നമസ്കാരം. നമസ്കാരം. സ്വർണ്ണവില 1,00,000 കടന്നിരിക്കുകയാണ്. ഈ സ്വർണത്തിന്റെ വില ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കുതിച്ചു വരാൻ കാരണം എന്താണ്? ന്യൂമറസ് റീസൺസ് ഉണ്ട് അതിന്. ഒറ്റവാക്കി പറയാൻ പറ്റിയ ഉത്തരവല്ല. അതെന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട 3 കാരണങ്ങളിൽ ഒന്ന്, ഈ ലോകത്തിൻ്റെ സെൻട്രൽ ബാങ്ക്സ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്രമാതീതമായിട്ട് സ്വർണം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2022, 23, 24 കാലഘട്ടങ്ങളിൽ ലോകത്തിലെ സെൻട്രൽ ബാങ്ക്സ് വാങ്ങിക്കൂട്ടിയേക്കുന്നത് 1000 ടണ്ണിൻ്റെ മുകളിലാണ്. മൊത്തത്തിൽ വേൾഡിലെ സെൻട്രൽ ബാങ്ക്സിൻ്റെ കയ്യിൽ നിലവിൽ 36,000 ടൺ ഗോൾഡാണ് അവർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവായിട്ട് അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയിലാണ് 1000 ടൺ വെച്ച്, അതിനും തൊട്ടും 2021 500 ടണ്ണിൽ താഴെയാണ് സെൻട്രൽ ബാങ്ക്സ് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ 3 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 2024 മാത്രം 1100 ടണ്ണിൻ്റെ മുകളിലാണ് സെൻട്രൽ ബാങ്ക്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യ ഉണ്ട്, പോളണ്ട് ഉണ്ട്, തുർക്കി ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, ചൈന ഉണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ. ഇന്ത്യയുടെ തന്നെ ഇപ്പോഴത്തെ ഫോറിൻ നമ്മുടെ ഗോൾഡ് റിസർവ് 880 ടണ്ണിൻ്റെ മുകളിലാണ്. അത് ഇന്ത്യയുടെ ഹയസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഡോളർ ുള്ള വിശ്വാസം ലോകത്ത് കുറഞ്ഞിട്ടിരിപ്പുണ്ട്. കാരണം ഡോളർ ലോകത്തിലെ പല പ്രമുഖ കറൻസികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോളർ ശരിക്കും ഡിപ്രീസിയേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രിട്ടീഷ് പൗണ്ട് ആയിക്കോട്ടെ, സ്വിസ് ഫ്രാങ്ക് ആയിക്കോട്ടെ, ജപ്പാനീസ് യെൻ ആയിക്കോട്ടെ, യൂറോ ആയിക്കോട്ടെ, ഇതൊക്കെ ആയിട്ട് ഡോളർ സത്യത്തിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യ INR ആയിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. അപ്പം ഈ ഡിപ്രീസിയേഷൻ, ഡോളറിൽ വിശ്വാസ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ ഓരോ രാജ്യങ്ങളിൽ, ഈ അസറ്റ് ക്ലാസിഫിക്കേഷനിൽ തന്നെ അവർ ചില വ്യത്യാസങ്ങൾ വരുത്തും. അപ്പം എന്ന് വെച്ചാൽ ഡോളർ പരമാവധി കുറച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുകയാണ്. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നിന്നിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഫസ്റ്റ് ഡോളർ തന്നെയാണ്. ഈ ഡോളർ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് യൂറോയാണ്. യൂറോ കഴിഞ്ഞാൽ ഗോൾഡായിരുന്നു, 3-ാം സ്ഥാനമായിരുന്നു ഗോൾഡിന്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഗോൾഡാണ് യൂറോനെ കാട്ടി മുകളിൽ നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് ഇപ്പോൾ യൂറോ ആണ്, ഗോൾഡാണ്. ഇങ്ങനെയാണ് കറണ്ട് സിറ്റുവേഷൻ. അപ്പം സെൻട്രൽ ബാങ്ക്സ് വാങ്ങി കൂട്ടിയപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ക്രമാതീതമായി വർദ്ധിക്കുകയും സപ്ലൈ ലിമിറ്റഡ് ആവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടും. 2023 വേൾഡ് മാർക്കറ്റിൽ പെർ ഔൺസ്, ഒരു ഔൺസ് എന്ന് പറയുമ്പോഴേക്കും 31.1 ഗ്രാമാണ് ഒരു ഔൺസ്. $1,800 2 വർഷം മുമ്പ് ഇതേ സമയം, ഇതേ ഡിസംബറിൽ വേൾഡ് മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില $1,800. ഈ $1,800 ഇന്നലെ ചരിത്രം പുതിയ തിരുത്തി വേൾഡ് മാർക്കറ്റിൽ $4,500 പെർ ഔൺസ് ക്രോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ കറക്റ്റ് 150% ഗ്രോത്ത് ആണ് 2 വർഷം കൊണ്ട് വേൾഡ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വേൾഡ് മാർക്കറ്റിൽ ഈ വന്ന ഈ ഹൈ ഡിമാൻഡാണ് സത്യത്തിൽ സ്വർണത്തിന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോയത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായിരുന്നു, ഇസ്രായേൽ ഹമാസ് വാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രികളിൽ ക്രമാതീതമായ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടായി. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എപ്പോഴെല്ലാം വേൾഡിൽ ഉയർന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഗോൾഡിൻ്റെ പ്രൈസ് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രം നമ്മളെ പഠിപ്പിച്ചേക്കണം. 1979 ഇതേ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. 1979 ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ വന്ന ആയത്തുള്ള ഖൊമൈനി അധികാരത്തിൽ ഷാനെ പുറത്താക്കി കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പാണ് അറബ് ഇസ്രായേൽ വാർ നടന്നിട്ടുണ്ട്. അറബ് ഇസ്രായേൽ വാറിന് ശേഷം ഒപെക് സ്ട്രോങ് ആയി. ഒപെക് പിന്നെ പെട്ടെന്ന് തന്നെ ലോകത്ത് എണ്ണയുടെ വില കൂട്ടി, അത് ഇൻഫ്ലേഷന് കാരണമായി. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും 75 to 79 4 ഇരട്ടിയാണ് വേൾഡ് മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില കയറിയത്. 79 $300 നിന്നിരുന്ന സ്വർണം 80 ഒരു വർഷം കൊണ്ട് $800 പോയത്. അത്ര ഹൈക്ക് വേറെ ഇന്നു വരെ സ്വർണത്തിന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഏതെല്ലാം സമയത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ
ഏതെല്ലാം സമയത്ത് ഇത് വളർന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഒരു സേഫ് ഹെവൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന ഗോൾഡിനാ ശരിക്കും പറയാം. ആ സമയത്തെല്ലാം ഗോൾഡ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വേറെ വസ്തുത. ഒരു കാര്യം ചോദിക്കണം, ഈ നമ്മള് സ്വർണം ഔൺസ് കണക്കെന്ന് പറഞ്ഞു, അപ്പൊ ഈ നമ്മളിവിടെ ഗ്രാം കണക്കിനും പവൻ കണക്കിനും അതാണ് നമ്മുടെ ആളുകൾക്ക് അറിയാം. ഈ ഔൺസ് കണക്ക് എങ്ങനെയാണ് ഇത്? ഒരു ഔൺസ് എന്ന് പറഞ്ഞാല് 31.1 ഗ്രാം. ഈ ഔൺസിലാണ് ഒരു ഔൺസിന് എത്ര ഡോളർ, അങ്ങനെയാണ് സ്വർണത്തിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 4000-നും 4250 ഇടയിൽ കടന്നാണ് കളിച്ചിരുന്നത്. ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയും അതിന്. അവിടെ നിന്ന് പ്രൈസിൽ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക്, ഫെഡ് എന്ന് പറയുവാന്. ഫെഡ് അടുത്ത വർഷം 2026 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്വർണത്തിന് ഇനിയും വില കയറാനുള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ മുന്നിലുള്ളത്. ഈ 3 കാരണമാണ് പ്രധാനമായിട്ടും ഈ സ്വർണത്തിന്റെ വില പെട്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണം. നമ്മളെ കേരളത്തിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വർണത്തിന്റെ വില പവന് 75,000 രൂപ വരുന്ന സമയത്ത് നമ്മുടെ ചില സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ് ഇത് സ്വർണത്തിന്റെ വില 50,000-ലേക്ക് താഴെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അത് താഴെ പോവുകയല്ല ഉണ്ടായത്, 1 ലക്ഷം കടന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ? അത് പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞായിരുന്നു. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരൊക്കെ പറഞ്ഞു ഇനി 50,000-ലേക്ക് പോയാലും നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായ ഒരു ഇതല്ല. കാരണം എന്താ വെച്ചാല് നിങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം ക്രാഷ് ഉണ്ട് മാർക്കറ്റിൽ. എപ്പോഴും ക്രാഷും കറക്ഷനും ഉണ്ട്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു 20% ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിന് കറക്ഷൻ എന്നാ പറയാം. 20% താഴേക്ക് അസറ്റ് വാല്യൂ പോയാൽ മാത്രമേ അതിന് ക്രാഷ് എന്ന് പറയാം. ഇവർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ക്രാഷ് സംഭവിക്കണം ഗോൾഡിൽ. ഇപ്പൊ ഇവര് പറയുന്നത് 75,000 80,000 നിൽക്കുമ്പോഴാണ് പറയണത്. 80,000 50,000-ലേക്ക് പോകണം. എത്ര ശതമാനം ഇടിയണം? പറഞ്ഞ മനസ്സിലായ? അതിന് ക്രാഷ് എന്ന് പറയാം. ക്രാഷ് ഇതിനകത്ത് സംഭവിക്കില്ല. കാരണം ഈ റിസർവ് എവിടെ ഇരിക്കുന്ന മേജർ സോഴ്സ് ഇരിക്കുന്നത് ഈ 36,000 ടൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോൾഡ് ഇരിക്കണം. രാജ്യങ്ങളുടെ റിസർവ്. ഈ രാജ്യങ്ങൾ ഇത് വിൽക്കാതെ ഓവർ സപ്ലൈ വരില്ല. അമേരിക്കയുടെ കയ്യിൽ മാത്രം 8,133 ടൺ ഇരിപ്പുണ്ട്. അതൊക്കെ പുറത്തിറക്കാതെ ഇത് ക്രാഷ് സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ കറക്ഷൻ എപ്പോഴാണെങ്കിൽ സംഭവിക്കുക. അത് ഏത് അസറ്റ് ക്ലാസ്സിൽ സംഭവിക്കാം. പക്ഷെ ഒരിക്കലും ഇത് 50,000-60,000-ലേക്ക് പോകുന്ന ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ ഒരു ശതമാനം പോലും അതിനകത്ത് സത്യമില്ല. ഇതിനകത്ത് കൂടിക്കഴിഞ്ഞാൽ മാക്സിമം കറക്ഷൻ വരാൻ സാധ്യതയുള്ളത് 10% കറക്ഷൻ. ആ 10% കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നത് റെഡിയാണ്. എന്ന് പറഞ്ഞാൽ 10% കറക്ഷൻ എപ്പോൾ സംഭവിക്കും അവിടെ നിന്ന് വീണ്ടും ഗ്രോ ചെയ്യും. അതിനാണ് സാധ്യത. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഗോൾഡിന്റെ വില കൂടുന്നതനുസരിച്ച് ഗോൾഡ് ലോണുകളുടെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നൊരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളെല്ലാം കൊളാപ്സ് ആയില്ലേ? സത്യം. അതായത് ഇന്ത്യയിൽ 128% ഈ വർഷം ഗോൾഡ് ലോൺ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോത്ത്. ഇതിനെ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയാം. ക്രെഡിറ്റ് ഗ്രോത്ത് വന്നാല് സാമ്പത്തിക ഇടപാടുകൾ നടക്കുള്ളൂ. ഇപ്പൊ ബാങ്കുകളുടെ ഷെയർ വാല്യൂ ഒക്കെ ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമാണ് ക്രെഡിറ്റ് ഗ്രോത്ത് എത്രയുണ്ടെന്ന് നോക്കും. എക്കണോമിയിൽ എപ്പോഴും ക്രെഡിറ്റ് ഗ്രോത്ത് വേണം. അപ്പോ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC ഏതാന്ന് പറയും? മുത്തൂറ്റ. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC മുത്തൂറ്റ. മുത്തൂറ്റിൽ പണയത്തിലിരിക്കുന്ന ഗോൾഡ് എത്രയെന്ന് അറിയും? 208 ടൺ ഗോൾഡാണ് മുത്തൂറ്റ് ഫൈനാൻസിൽ മാത്രം പണയത്തിലിരിക്കുന്നത്. 67 ടൺ KSFE-യിൽ ഇരിക്കുന്നു. മണപ്പുറത്തിലുണ്ട് 53-54 ടൺ മണപ്പുറം ഫൈനാൻസിൽ ആൾക്കാർ കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി കൂട്ടി അത്രയെന്ന് അറിയും 330 ടൺ ഗോൾഡാണ് ഈ 3 സ്ഥാപനങ്ങളിൽ പണയത്തിലിരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത്. UK-യുടെ ഫോറിൻ റിസർവ് എത്രയെന്ന് അറിയും? 310 ടണ്ണാണ് UK-യുടെ രാജ്യത്തിന്റെ ഫോറിൻ റിസർവ്. 80 ടണ്ണുള്ളൂ ഓസ്ട്രേലിയയുടെ. ബ്രസീലിന്റെ 172 ടണ്ണുള്ളൂ ബ്രസീലിന്റെ. ഈ രാജ്യങ്ങളുടെയൊക്കെ ആ രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഇരിക്കുന്ന ഗോൾഡിന്റെ അങ്ങോട്ട് കൂടുതലാണ്
കേരളത്തിലെ NBFC-കളിൽ പണയത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? 2-3 സ്ഥാപനങ്ങൾ 2-3 സ്ഥാപനങ്ങൾ മാത്രം. ഇപ്പൊ ഞാൻ മണപ്പുറത്തിന്റെ കാര്യം മുത്തൂറ്റിന്റെ കാര്യം പറഞ്ഞ മുത്തൂറ്റ് ഫൈനാൻസിന്റെ കാര്യമാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പിൽ വേറെ ഉണ്ട്, ഇന്റലിൽ വേറെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കൂട്ടാതെ 3 സ്ഥാപനങ്ങളിൽ മാത്രം. അപ്പൊ 75,000 നിൽക്കുന്ന ഇപ്പൊ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 90,000 രൂപ മാർക്കറ്റ് വാല്യൂവിൽ ഗോൾഡ് നിൽക്കുമ്പോൾ ഇവരൊരു 75,000 രൂപ ഗോൾഡ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ നാളെ ഒരു 50-ലോ 60-ലോ വന്ന് നിന്നാൽ എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ? തീർച്ചയായിട്ടും ഇത് 50,000-ൽ 60,000-ലേക്ക് നിങ്ങൾ സ്വപ്നം കാണേ വേണ്ട. ഇപ്പൊ 1,1080,000 ഇന്നത്തെ റേറ്റ് നിൽക്കുന്നത്. ഇതിൽ നിന്നും പരമാവധി ക്രാഷ് താഴോട്ട് വന്നാൽ പരമാവധി 90,000 രൂപയാണ്. അതിൽ താഴെ പോകാൻ ഒരു സാധ്യതയില്ല. 90-ൽ തന്നെ വന്ന് ഹൈ ബൈയിങ് നടക്കും. പിന്നെയും ഇത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ സ്വർണ്ണവില കൂടാനാണ് സാധ്യത ഇനി. തീർച്ചയായിട്ടും ഈ കണ്ടീഷനിലാണെങ്കിൽ ഇപ്പൊ 2024 1,100 ടണ്ണാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വർഷവും 1000 താഴെ എന്തായാലും പോവില്ല. ഈ ട്രെൻഡ് തുടർന്നാൽ 2026-ൽ 1,10,000 ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെയാണ് പോക്ക്.